ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ ഫ്രാങ്ക്ലിൻ നമ്മളെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രാങ്ക്ലിനും ട്രെവറും ധൈര്യം ഉണ്ടെങ്കിൽ സ്റ്റണ്ട് റേസിൽ വന്ന് മത്സരിക്കാൻ. അപ്പം ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ സ്റ്റണ്ട് റേസിൽ മത്സരിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ സ്റ്റണ്ട് റേസിൻ്റെ പോകാം. എൻ്റെ പുതിയ വണ്ടിയുണ്ട്, ഇത് എൻ്റെ വണ്ടിയൊന്നുമില്ല, ഫ്രാങ്ക്ലിൻ്റെ പഴയ വീട്ടിലാണ് നിൽക്കുന്നത്. ഫ്രാങ്ക്ലിന് ഇപ്പോൾ അവിടെ എത്തിക്കണം. ഫസ്റ്റ് ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റണ്ട് റേസിൻ്റെ സ്ഥലത്തേക്ക് പോവാം. ആ സൈഡിൽ അവിടെ ഇവിടെ അടുത്തായിട്ടാണ് എന്തായാലും സ്റ്റണ്ട് റേസ്. അയ്യോ ഒരു മിനിറ്റ്, അതുകൊണ്ട് എനിക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ലോസ് ആൻഡോസ്. ഇപ്പം ഇതൊക്കെ റോഡൊന്നും ഇല്ല, ഇപ്പം ഞാൻ റോട്ടിൽ കൂടെ ഓഫ് റോഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതുകൊണ്ട് ഇല്ല കാണുന്നതാണ് നമ്മുടെ സ്റ്റണ്ട് റേസ്. അപ്പം നമുക്ക് എന്തായാലും നേരെ പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ സ്റ്റണ്ട് റേസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനാണ് ആദ്യം, അതായത് മൈക്കിൾ. ഇപ്പോൾ ഫ്രാങ്ക്ലിനും ട്രെവറും അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ഫസ്റ്റ് ഞാനാണ്. അപ്പോൾ ഇതാണ് അപ്പം നമുക്കതായത് തുടങ്ങാം. അപ്പം ഞാനാണ് ആദ്യം മൈക്കിള്. അപ്പോൾ ഫ്രാങ്ക്ലിനും ട്രെവറും എന്നെ ചലഞ്ച് ചെയ്ത് ഈ റേസിൽ വിജയിക്കുന്നവർക്ക് മറ്റേ 18 കോടിയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഇല്ല, ഈ സാധനങ്ങളിൽ അടിച്ച ഔട്ടാണേ. ഈ സാധനങ്ങളിൽ അടിച്ച ജസ്റ്റ് മിസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പൈപ്പ് പോലത്തെ സാധനം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കതൊക്കെ സിമ്പിളായിട്ട് കയറി പോകണം എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര പാടാ ഗൈസ്. കാരണം എന്താ അറിയാം, നമ്മുടെ ഇതൊക്കെ വളഞ്ഞു പോവുക, സ്പീഡ് വിടും. ഇവിടെ ബൂസ്റ്ററുണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്തു ഭാഗ്യം കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് GTA 5 മൊബൈലിൽ കളിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ കയറിയിട്ടുണ്ട്. അയ്യോ ഇപ്പോൾ വീട് ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പൈപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പൈപ്പും കൂടെ ഉണ്ടെന്നാണൊക്കെ പറയുന്നത്. നമുക്ക് അപ്പോൾ ഈ ലാപ്പ് അങ്ങനെ ചെയ്യാം. ദൈവമേ, അയ്യോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നന്നായിട്ട് വീണിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഫ്രാങ്ക്ലിനാണ്. ഓക്കെ ഗൈസ്, അപ്പം ഞാനാണ് അടുത്ത. മൈക്കിളിൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഞാൻ വിജയിക്കില്ല, അവന് ഒരു വിചാരമുണ്ടോ അവൻ വിജയിക്കുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടാ. അപ്പം നമ്മളിവിടെ പറപ്പിച്ചു വിടാം. ഫ്രാങ്ക്ലിൻ ആരാ മോൻ എന്നറിയാലോ ഗൈസ്. ഇത് എനിക്ക് 18 കോടി മേടിക്കണം. പിന്നെ അതുകൊണ്ട് ഈ സാധനത്തിൽ തട്ടി ഔട്ടാണ്. അതുകൊണ്ട് മുന്നിൽ കാണുന്ന എന്തോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. അയ്യോ തട്ടല്ലേ. ഔട്ട്. ഞാൻ ഔട്ട് ഗൈസ്, ഔട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ഞാനാണേ. ഞാൻ ട്രെവറാണേ, എന്നെ അറിയാമല്ലോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ഫ്രാങ്ക്ലിൻ എന്നോട് വീണിട്ടൊന്നുമല്ല, അവൻ ആ സാധനത്തിൽ കൊണ്ട് ഔട്ടാണെന്ന് പറഞ്ഞ്. അത് അങ്ങനെയാണ്. നമുക്ക് കോൺഫിഡൻസോടെ ചെയ്യാം. എനിക്ക് കോൺഫിഡൻസ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. അയ്യോ മുട്ടി ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ലോസ് ആൻഡോസിലെ സൺറൈസാണ്. ഇവിടുത്തെ ഏറ്റവും ഒരു വലിയ സൺറൈസാണ് ഇത്. അപ്പോൾ നമ്മൾക്ക് ഇനി സൺറൈസും നല്ല സ്റ്റോറി മൂഡൊക്കെ കൊണ്ടുവന്ന് പൊളിക്കാം. മിക്കവാറും ഫ്രാങ്ക്ലിൻ അടുത്ത് നിന്ന് എന്തായാലും കാണത്തില്ല, എവിടെയെങ്കിലും അടുത്തതിൽ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ വീടില്ല, ഞാൻ എത്തിയിട്ടൊന്നുമില്ല, എത്താറായി എന്ന് പറയാം. നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, എത്താറായി. എത്തിയില്ല. ഫ്രാങ്ക്ലിൻ നേരത്തെ മൈക്കിൾ നേരത്തെ അവിടെ നിന്നാണ് വീണത് ഗൈസ്. അപ്പോൾ ഫ്രാങ്ക്ലിൻ വീണ സ്ഥലത്ത് നമുക്ക് ഇത് പാടാണ് തോന്നുന്നു. എടാ മോളെ, ജസ്റ്റ് മിസ്. അയ്യോ ഇതെന്തോ ഗൈസ്, പറക്കുന്നല്ലോ എൻ്റെ വണ്ടി. എടാ മോളെ ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് വീണിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ എവറും അങ്ങനെ സാധിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാനാണ് അടുത്ത മൈക്കിള്. അവൻ എന്നോട് കളിച്ച് എനിക്ക് അവൻ പറഞ്ഞിട്ട് ഞാൻ 18 കോടി മേടിക്കണമെന്ന്. എന്നാൽ ഇപ്പം കാണിച്ചാൽ പറപ്പിച്ചു വിടണം ഞാൻ. ഞാനൊക്കെ പറയും, പക്ഷെ എങ്ങനെയാ ഇത് ഏതാ വണ്ടി ഗൈസ് എനിക്ക്
ഏതോ ഒരു ടെസ്ലയുടെ ടൈപ്പൊന്നുമില്ല. എന്തായാലും ടെസ്ല അല്ല ഇതെന്തായാലും. അയ്യോ തട്ടിയില്ല. ഇതെന്തോ ഗൈസ്, ഈ വണ്ടി പറക്കുന്നുണ്ട് ഗൈസ്. ഈ ചില സമയത്ത് ഈ വണ്ടി പറക്കുന്നത് നിങ്ങൾക്ക് കാണാമോ? അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. എന്തോ ഒരു സൂപ്പർ കാറാണ്, ടെസ്ല ടൈപ്പൊന്നുമല്ല. എന്തായാലും ഒരു സൂപ്പർ കാർ തന്നെ. ഇപ്പം നമുക്ക് പോവാം. ജസ്റ്റ് മിസ്സാണ്, ഞാൻ സാധനത്തിൽ കൊള്ളുന്നുണ്ട്. വേണ്ട ഗൈസ്, ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറയുന്നത് ഇപ്പം നിങ്ങളാണെന്നല്ലേ. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് നിർത്തിയൊന്നും പോണ്ട. അത് ഞാൻ പറഞ്ഞു. അതായതാ ഞാനിവിടെ ചൂവിങ്കം കഴിച്ചുകൊണ്ടാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണമെങ്കിൽ കാണിച്ചിട്ടാ. ഇങ്ങനെ ഉണ്ട് ഗൈസ്. എനിക്ക് നേരത്തെ അവിടെ നിന്നാണ് അബദ്ധം പറ്റിയത്. നമുക്ക് ഇവിടുന്ന് ഇച്ചിരി സ്പീഡിൽ വീണാണോ? യെസ് ഗൈസ്, നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. അയ്യോ, ഇനിയിപ്പോൾ ഈ മൈക്കിൾ വിജയിക്കൂടാ ഫ്രാങ്കിളിനെ. എടാ അങ്ങനെയൊന്നും നടക്കത്തില്ല ട്രെവറെ, നമ്മൾ പേടിക്കണ്ട. നോക്കിയിരിക്കാം, എന്നെ കളിയാക്കി പറഞ്ഞാലേ. ഇതെന്തുവാ? എനിക്കത് ഇവിടുന്ന് കഴിഞ്ഞെന്ന്. അയ്യോ കഴിഞ്ഞിട്ടൊന്നുമില്ല. അയ്യോ അമ്മേ, ജസ്റ്റ് മിസ്, കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇതെന്തുവാ? അയ്യോ ഇതെന്തോ പറക്കുന്നു ഗൈസ്. ഗൈസ് ഈ വണ്ടി പറക്കുന്നു. എടാ ഇതെന്തുവാ? തോറ്റ്. അങ്ങനെ ഞാനും തോറ്റ് ഗൈസ്. തോറ്റ്. അങ്ങനെ ഞാൻ അടുത്ത ഞാനാണ് ഗൈസ്, ഫ്രാങ്ക്ലൈൻ. നമുക്ക് ട്രെവറിന് ഞാൻ ഹാഫ് കൊടുക്കും, കാരണം ട്രെവർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ മൈക്കിൾ എന്നെ കുറേ ചതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവന് കൊടുക്കത്തില്ല ഒന്നും. ഞാൻ ചുവിങ്കം വെച്ചോണ്ടാണ് ചെയ്യുന്നത്. അയ്യോ ഗൈസ്, പറക്കുന്ന വണ്ടി ആരാ മോൻ? ഗൈസ് ഇത് പറക്കുകയൊക്കെ ചെയ്യും ചില സമയത്ത് ഈ വണ്ടി. മൈക്കിൾ അത് അല്ല, ഇതേ ഒരു ബട്ടൺ ഉണ്ടല്ലോ പറപ്പിക്കുന്നത്. എടാ മോനെ പൊളിച്ച്. അയ്യോ ഗൈസ്, അത് തട്ടിയോ? ഇല്ല, തട്ടിയില്ലെന്ന് തോന്നുന്നു. വെറുതെ ഞാൻ കള്ളം പറയുകയാണെ ഗൈസ്, അമ്മമാർ അറിഞ്ഞിട്ടില്ല തട്ടിയൊന്നും, കേട്ടോ? അത് പറയണ്ട. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ട് ചെയ്യണം. തട്ടിയിട്ടെന്ന് തോന്നുന്നു ഗൈസ്. തട്ടിയിട്ടുണ്ട്, പക്ഷേ അമ്മമാരത് അറിയത്തില്ല ഗൈസ്, അതുകൊണ്ട് എപ്പോഴും അതൊക്കെ പറയാം. അടുത്ത് നമുക്ക് ഷിൻചാനെയും ഷിൻചാനെയും ഡോറേമോണിനെയും കൊണ്ടുവരാം. പിൻചാനെ ഗൈസ് ഒരു മിനിറ്റ് ഗൈസ്. ഇതെന്ത് പറ്റി എൻ്റെ വണ്ടിക്ക്? ഗൈസ് ഞാൻ പറപ്പിച്ച് പോയിക്കോട്ടെ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് എന്നും തോന്നുന്നു ഈ വണ്ടി ഇങ്ങനെ വണ്ടി ചുമ്മാ ഗൈസ്. അപ്പം നമ്മൾ നൈസായിട്ട് ഇറക്കിയിട്ടുണ്ടേ. എല്ലാവർക്കും അബദ്ധം പറ്റുന്നതുകൊണ്ട് ഈ സൈഡിൽ നിന്നാണ്. ഇതാണ് ഭയങ്കര പാട്. നമുക്ക് അതിൽ നിന്ന് കയറി നോക്കാൻ പതുക്കെ. എടാ മോനെ, ഞാൻ ട്രെവറിന് എന്തായാലും ഹാഫ് കൊടുക്കും എൻ്റെ നിന്ന്, കാരണം ട്രെവർ ഒരു പാവം വീട്ടിലുള്ള ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് വിജയിച്ച് മതിയാവും ഗൈസ്. വീണോ? ഓറ്റോ ഗൈസ്. ഏതൊരു പക്ഷി നമ്മുടെ ലോസ് ആൻഡേഴ്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. തോറ്റെന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും റെഡിയാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഔട്ടായിട്ടുണ്ട്. അവർ പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ പറപ്പിച്ച് നോക്കട്ടെ. ഔട്ട്. ഇല്ല ഗൈസ്, അപ്പം നമ്മൾ ഔട്ടായിട്ടൊന്നുമില്ല ഗൈസ്. നമ്മൾ എങ്ങനെയൊക്കെയോ വിജയിച്ചിട്ടുണ്ട്.
ഓക്കെ ഗൈസ്, അപ്പോൾ ഫ്രാങ്ക്ലിനാണ് മോൻ, അറിയാലോ. എടാ ആ പൈപ്പിൻ്റെ അകത്തെ ഒരു ഹോളുണ്ട്, അതുകൊണ്ട് അവിടുന്ന് ഒരു ഹോളുണ്ട്, അതുകൊണ്ട് അതൊന്ന് പതുക്കെ നോക്കിയിട്ട് പോവാം. അയ്യോ, ഇനിയിപ്പോൾ ഈ ഫ്രാങ്ക്ലിൻ വല്ലതും വിജയിക്കുമോ? അങ്ങനെ നടക്കല്. ഗൈസ്, അപ്പം നമ്മൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ ഇത് വിജയിക്കാൻ സാധ്യത ഉള്ളൂ. ട്രെവറിന് ഞാൻ ഒരു 6 കോടിയോ അല്ല 8 കോടി കൊടുക്കും. ഞാനും 8 കോടി എടുക്കും. അങ്ങനെ മതി, കാരണം ട്രെവറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു മിനിറ്റ്, അതെന്തോ അവിടെ കറങ്ങുന്ന ഗൈസ്, എന്തോ കറങ്ങുന്നു. അയ്യോ, ഇത് ഫാനാണ്. അയ്യോ, ഫാന് ഭാഗ്യം കൊണ്ട് എന്നെ തള്ളിയിടുന്നില്ല. ഞാൻ അടുത്ത സൺറൈസ് ആയിട്ട് വരുമെന്ന് അയക്കാം. അടുത്ത ദൈവമേ, ജസ്റ്റ് മിസ്. ഗൈസ് അപ്പോൾ ഇവിടുത്തെ നമ്മൾ ചാടണമെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇവിടുന്ന് ചാടണം. നമുക്ക് എല്ലാവർക്കും ഒരേ വണ്ടി എടുക്കാൻ പറ്റുമോ? അതാണ് ഈ വണ്ടി. എന്തെന്തോ ഇവിടെ ചെയ്യണ്ട, എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു അവിടുന്ന് വളച്ച് ലെഫ്റ്റ് എടുക്കാം. എനിക്ക് ലെഫ്റ്റ് എടുക്കാമെന്ന്. നമുക്ക് എന്തായാലും ഒന്ന് ലെഫ്റ്റ് എടുത്ത് നോക്കാം. അപ്പുറത്ത് ചിലപ്പോൾ എന്തോ ഒരു സാധനം പോലെ കിടക്കുവാണ്. അതായത് അവിടുത്തെ സേഫ്റ്റി ഇല്ലെന്ന് തോന്നുന്നു. അതുവരെയും കൂടെ വേണമെങ്കിൽ പോവാം, പക്ഷെ നമുക്ക് അതിനെക്കാട്ടി നല്ലത് ഇതാ. അയ്യോ പറക്കുന്ന ഗൈസ്, ഈ പറക്കുന്ന ബട്ടണൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഗൈസ്, അപ്പം നമ്മൾ വിജയിച്ചു ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ട്രെവറിന് അപ്പോൾ പൈസ കൊടുക്കണം വേഗം നമുക്ക്.